നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദിന്റെ മഹത്വങ്ങളെ നബിദിന ആഘോഷിക്കുക, അമലുൽ മൗലിദ് സദസ്സ് സംഘടിപ്പിക്കുക. അതിനെപ്പറ്റി നവവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ ശൈഖായ അബൂ ശാമ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഫത്തുൽ മുഈന്റെ ശറഹിൽ പറയാണ്, ആസിയിൽ പറയാണ്, ഖാലൽ ഇമാം അബൂ ശാമ ശൈഖുൻ നവവി, നവവി ഇമാമിന്റെ ശൈഖായ ഇമാം അബൂ ശാമ പറഞ്ഞു. അത് അബൂ ശാമ ഇമാമ് ബിദ്അത്ത് എന്തൊക്കെയാണെന്ന് ബയാൻ ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തിലാണ് പറയുന്നത്. തെറ്റായ ബിദ്അത്തും നല്ല ബിദ്അത്തും ബയാൻ ചെയ്യുന്ന ഗ്രന്ഥത്തിലാണ് പറയുന്നത്. വമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ മാ യുഫ്അലു കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖ് ലിയൗമി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന സ്വദഖാത്തി വൽ മഅറൂഫി വഇൽഹാരി സീനത്തി വസ്സുറൂരി ഫഇന്ന മഅ മാ ഫീഹി മിനൽ ഇഹ്സാനി ലിൽ ഫുഖറാഇ മുശ്ഇറുൻ ബിമഹബ്ബത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅലീമിഹി ഫീ ഖൽബി ഫാഇലി ദാലിക വശുക്രില്ലാഹി തആല അലാ മാ മന്ന ബിഹി മിൻ ഇജാദി റസൂലില്ലാഹി അല്ലദീ സല്ലല്ലാഹു അലൈഹി വസല്ലം അർസലഹു റഹ്മത്തൻ ലിൽ ആലമീൻ. വമിൻ അഹ്സനി മബ്തുദിഅ, പുതിയൊരു രീതിയാണ്. ബിദ്അത്താണെന്ന് പറയാണ്ട് തള്ളണ്ട. ഈ നടക്കണ ഒരു പുതിയ ശൈലി ഉണ്ടല്ല, അത് ഏറ്റവും നല്ല പുണ്യകർമ്മമാണ്. പുതിയ ശൈലിയിലുള്ള ഈ പരിപാടി ഏറ്റവും പുണ്യകർമ്മത്തില് അഹ്സനിൽ പെട്ടതാണ്, ഏറ്റവും നല്ല പുണ്യകർമ്മമാണ്. ഈ സമാൻ നമ്മളെ കാലത്ത് ഇങ്ങനെ പുതിയൊരു രീതിയിലുള്ള സംവിധാനം ഒന്ന് യുഫ്അലു കുല്ല ആമിൻ, എല്ലാ വർഷമാണ് ചെയ്യല്. നബി തങ്ങളെ മൗലിദിനോട് അനുയോജ്യമായ ഒരു ദിനം തെരഞ്ഞെടുക്കും. മിനസ് സദഖാത്ത് എന്ന് എന്തൊക്കെ ചെയ്യേണ്ട ആൾക്കാര്? ഭക്ഷണ വിതരണം സ്വതക്കകൾ ചെയ്യും, ചിലപ്പോ പൈസ വിതരണം ചെയ്യുന്നുണ്ട്, ഹദിയകൾ കൊടുക്കുന്നുണ്ട്, സ്വതക്കകൾ കൊടുക്കുന്നുണ്ട്. അത് മഅറൂഫി, അതുപോലെ മുട്ടായി വിതരണം ചെയ്യുന്നുണ്ട്, പായസ വിതരണം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ എന്താക്കും? മൗലിദിന്റെ അന്നത്തെ ദിവസം ആളുകളെ ചെയ്യുന്നു. ഭംഗിയില് എല്ലാരും നല്ല കുപ്പായിട്ട് മദ്രസൊക്കെ നല്ല ഭംഗിയാക്കും, പള്ളികൾ ഭംഗിയാക്കണ്, ഇങ്ങനെ വീടുകൾ ഭംഗിയാക്കണ്, സീനത്ത് പ്രകടിപ്പിക്കും. വസ്സുറൂരി, ഒരു സന്തോഷം പ്രകടിപ്പിക്കും. ഫഇന്നദാലിക, ഇതൊക്കെ മഅമാ ഫീഹി, ഇതിലുണ്ട് മിനൽ ഇഹ്സാനിൽ ഫുഖറായി, സാധുക്കൾക്കൊരു നന്മയാണത്. എന്തെങ്കിലും പൈസ കിട്ടുന്നവർക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫക്കീറന്മാർക്ക്, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ആളൊക്കെ ചെയ്യുന്നത് ഒരു നന്മയാണ്. അതോടെ കൂടാതെ മുശ്ഇറുൻ ബിമഹബ്ബത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അവരോടുള്ള മഹബ്ബത്തിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വതഅലീമിഹി, നബി തങ്ങളോടുള്ള ആദരവ് നബി തങ്ങൾ ആദരിക്കൽ അവിടെ ഉണ്ട്. ഫീ ഖൽബി ഫാഇലി ദാലിക, അത് ചെയ്യുന്നവന്റെ ഹൃദയത്തിൽ നബി തങ്ങൾക്കോടുള്ള മഹബ്ബത്തും ആദരവും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വശുക്രില്ലാഹി, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യലുമാണത്. അലാ മാ മന്ന ബിഹി, അള്ളാഹു അനുഗ്രഹം ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട്. നബി തങ്ങളെ മിൻ ഈജാദി റസൂലില്ലാഹ്, അള്ളാഹുന്റെ റസൂലിനെ സൃഷ്ടിക്കൽ കൊണ്ട് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹത്തിന് എന്ത് ചെയ്യലുമാണത്? ഒരു നന്ദി രേഖപ്പെടുത്തലുമാണ്. ശുക്ർ ചെയ്യൽ നല്ലതല്ലേ? അല്ലദീ അർസലഹു റഹ്മത്തൻ ലിൽ ആലമീൻ, ഏതായ നബിസങ്ങളെ ലോകത്തിന് മുഴുവനും റഹ്മത്തായിട്ട് അവിടുത്തെ അയച്ചിരിക്കുന്നു. അങ്ങനെയുള്ള നബി തങ്ങൾക്ക് നന്ദി ആണ്, അയച്ചതിന് നന്ദി രേഖപ്പെടുത്തലൊക്കെയാണ് അതുള്ളത്. അത് ഏറ്റവും പുണ്യകർമ്മമാണ്, മഹബ്ബത്തിന്റെ മേലെ അറിയിക്കുന്ന കർമ്മമാണ് എന്ന് ആര് പറഞ്ഞു? നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ അബൂ ശാമ പറഞ്ഞു. ഇപ്പൊ ഉണ്ടായതൊന്നല്ലത്. ഇമാം സഖാവി റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മളെ ഫത്തുഹുൽ ബാരിയുടെ ഹാഷിയായ ഇബ്നു ഹജർ അസ്കലാനില്ലേ, അവരുടെ ശിഷ്യനാണ് സഖാവി. അവർ വലിയ പണ്ഡിതനാണ്. അവര് പറയുന്നു, ധ്യാനത്തിനാണ് ഉദ്ധരിക്കുന്നത്. ഇന്നഅമല മൗലിദി, പ്രത്യേക രീതിയിലുള്ള മൗലിദ് പരിപാടി ഉണ്ടല്ലോ നമ്മൾ നടത്തുന്ന, പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഒരു പരിപാടി. ആ പരിപാടി നബി തങ്ങളെ കാലത്ത് നബി തങ്ങളെ മദ്ഹ് പറയുകയും നബി തങ്ങളെ ജനനത്തിന്റെ പേരിൽ അവർ സന്തോഷിക്കും, ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നല്ല, നബി തങ്ങളെ ജനനത്തിൽ സന്തോഷിച്ചിട്ടാണ് എല്ലാ തിങ്കളാഴ്ച എന്ത് ചെയ്യുന്നത്? നോമ്പനുഷ്ഠിക്കുന്നത്. നബി തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഫീഹുലിത്തു, എന്നാൽ ഞാൻ ജനിച്ചത്. അപ്പൊ അടിസ്ഥാനം അവിടെ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. ജനനത്തിലൊരു സന്തോഷിച്ചിട്ട് ഒരു ശുക്റിന്റെ പ്രവൃത്തി ചെയ്യാമെന്ന അടിസ്ഥാനം എന്തായിട്ടുണ്ട്? സ്ഥിരപ്പെട്ടു പോയി. മനസ്സിലായ? അടിസ്ഥാനം സ്ഥിരപ്പെട്ടാല് ശുക്റിന്റെ പ്രവൃത്തി ഒന്നും ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല. പണ്ഡിതന്മാർ മുഴുവൻ അംഗീകരിച്ചതാണ്.
അതാ പറയുന്നത്. പ്രത്യേക ഈ രീതിയിലുള്ള ഒരു മൗലിദ് പരിപാടി ഉണ്ടല്ല, ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരും ഒരുമിച്ച് കൂടുക, മറ്റേ സദക്ക ചെയ്യുക, പിന്നെ ഖുർആൻ ഓതുക, മറ്റ് പ്രത്യേക ദുആ, നമ്മുടെ മദ്രസ സിലബസ് പോലെ, മദ്രസ സംവിധാനം പോലെ പ്രത്യേക രീതിയിൽ, അങ്ങനെ രീതി എന്നുണ്ടായത് പിന്നീട് മദ്രസ പിന്നീടല്ല ഉണ്ടായത് എന്നതുപോലെ ഈ രീതിയിലുള്ള പരിപാടി എന്നുണ്ടായതാണ്, പിന്നീട് ഉണ്ടായതായിരിക്കാം. അത് ഹദസബാദുൽ ഖുറൂനി സലാത്ത് പിന്നീട് ഉണ്ടായതായിരുന്നു. പിന്നെ സുമ്മൽ ഇസ്ലാമി, പിന്നെ മുസ്ലിം സമുദായം മുഴുവനായി സർവ്വരാജ്യത്തും വൽമുതൽ, കേരളത്തിൽ മാത്രമൊന്നല്ല, പട്ടണങ്ങളും അൽ കിബാരി, വലിയ വലിയ പട്ടണങ്ങൾ വരെ യാമലൂന മൗലിദ, അന്ന് മുതൽ മൗലിദ് അവർ സംഘടിപ്പിക്കാൻ തുടങ്ങി. വയതസദ്ദഖൂന ഫീ ലയാലിഹി, അവരെ അതിന്റെ രാത്രികളിൽ സ്വതക്കകൾ ചെയ്യും, നബിതങ്ങളെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വതക്കകൾ ചെയ്യും. ബി അൻവായി സ്വതക്കാത്തി, വിവിധ ഇനങ്ങളായിരിക്കും. ചിലർ മിഠായി കൊടുക്കും, ചിലർ പായസം കൊടുക്കും, ചിലർ ജിലേബി കൊടുക്കും, ചിലർ അലുവ കൊടുക്കും, പിന്നെന്താ ഐസ്ക്രീം കൊടുക്കും, പിന്നെ പൈസ കൊടുക്കും, ബിരിയാണി കൊടുക്കും, മന്തി കൊടുക്കും. വയതനൂന ബിഖിറാഅത്തി മൗലിദിൽ കരീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് പാരായണവും അവർ നടത്തും. വയൽഹറു അലൈഹിം മിൻ ബറകാത്തിഹി കുല്ല ഫളിൻ അമീം, വലിയ ബറക്കത്ത് അവർക്ക് അതിനാൽ എത്തുന്നതാണ്. മനസ്സിലായ? ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കാണാം. ഇബ്നുൽ ജൗസി എന്താ പറഞ്ഞാൽ മിൻ ഖവാസിഹി, യാനത്തുദ്ധരിക്കാണ്, മൗലിദ് ഓതുന്നതിന്റെ പ്രത്യേകത അമാനുൻ, അത് നിർഭയത്വം നൽകും. ഫീ ദാലിക്കൽ ആം, ആ കൊല്ലം മുഴുവനും. വീട്ടിലൊക്കെ മൗലിദ് ഓതണം, അപ്പൊ എന്ത് കിട്ടും? ആ കൊല്ലം മുഴുവനും നിർഭയത്വം നൽകും. മനസ്സിലായ? പറഞ്ഞ കേൾക്കൂല. അവന്റെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും മൗലിദ് ഓതിയാല്. പുളരിയതാ നിനക്ക് നേടിയെടുക്കാൻ കഴിയും. പിന്നെ മിനൽ മുലൂക്കി, രാജകീയമായിട്ട് രാജാക്കന്മാരിൽ രാജകീയ പ്രൗഢിയോടെ വലിയൊരു സംഭവമാക്കി മൗലിദ് പരിപാടി പ്രത്യേക രീതിയിൽ ആദ്യമായി നടത്തിയതാരാണ്? അൽ മലിക്കുൽ മുദഫർ അബു സഈദ് സ്വഹിബ് ഇർഫാൻ. അതിന്റെ അർത്ഥം ലോകത്ത് ആദ്യമായിട്ട് നബിതങ്ങളെ മദ്ഹ് പറഞ്ഞതും നബിദിനത്തിൽ സന്തോഷിച്ചതും ഇർബൽ രാജാവാണെന്നല്ല, ഹിറക്കൽ രാജാവാണെന്നല്ല, ഇർബൽ രാജാവാണെന്നല്ല. മനസ്സിലായ? രാജകീയ പ്രൗഢിയോടെ വഹാബികൾ തെറ്റിദ്ധരിപ്പിക്കലുണ്ട് ആദ്യമായിട്ട് മൗലിദ് മുദഫർ രാജാവാണെന്ന്. എന്ന് പറയലുണ്ട്. അതല്ല, അത് രാജകീയ പ്രൗഢിയോടെ പ്രത്യേകമായ രാജകീയമായ നിലക്കുള്ള ഒരു പ്രത്യേക രീതിയിൽ നടത്തിയപ്പോ മൂപ്പരിലേക്ക് ചേർത്തി പറഞ്ഞേ ഉള്ളൂ. മനസ്സിലായ? നബിതങ്ങളെ മദ്ഹ് പറയുകയും സന്തോഷം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യല് നബിതങ്ങളെ കാലത്തുണ്ട്. ഈ രാജാവ് നടത്തിയ മൗലിദിന്റെ സദസ്സില് ഇബ്നു ദഹിയ എന്ന ഹാഫിദ് ഇബ്നു ദഹിയ എന്ന മഹാപണ്ഡിതൻ ഒരു മൗലിദ് കിതാബ് രചിച്ചു. സമ്മാഹു തൻവീർ ഫി മൗലിദിൽ ബഷീർ നദീർ എന്ന ഗ്രന്ഥം. ചിലപ്പോൾ PDF കിട്ടേക്കാരം. ഫജാസഹു അൽ മലിക്കുൽ മുദഫർ ബി അൽഫി ദീനാർ. ആ മൗലിദ് രചിച്ചതിന്റെ പേരില് രചിച്ചയാൾക്ക് ആ ഇബ്നു ദഹിയ എന്ന പണ്ഡിതൻക്ക് 1000 ദീനാർ സ്വർണ്ണാണ് ഹദിയായിട്ട് കൊടുത്തത്. മൗലിദ് ഓതിയാൽ നല്ല പൈസ കൊടുക്കണം, അപ്പൊ ഓതുന്നവർക്കും കൊടുക്കണം എന്ന് മനസ്സിലായി. മലിക്കു അൽ മുദഫറു അൽ മൗലിദ, മുദഫർ രാജാവ് ആ മൗലിദ് അവിടെ സംഘടിപ്പിച്ചു വെക്കാൻ അമലു ഫി റബീഉൽ അവ്വൽ, അവിടെ സംഘടിപ്പിക്കുക റബീഉൽ അവ്വലായിരുന്നു. യഹ്തഫിലു ബിഹി, ഇഹ്തിഫാലായാലും ഭയങ്കര ആഹ്ലാദമാണ് അവിടെ ഉണ്ടാകല്. ഈ മുദഫർ രാജാവ് വലിയ സാധാരണക്കാരനല്ല, വലിയ മൗലിയരനാണ്, ആലിമാണ്, നീതിയുള്ള ആളാണ്, ധീരനാണ്, ബുദ്ധിയുള്ള ആളാണ്, നല്ല കഴിവുള്ള ആളാണ്. മൂപ്പര മരണം വരെ മൂപ്പര് തന്നെയായിരുന്നു രാജാവ്. മൗലൂദ് ഓതുന്നതാണ്. പിന്നെ രാജാവ് അള്ളാഹു മാറ്റൂലല്ലോ, അവിടുത്തെ നിർത്തൂലേ. മദീനത്തി സനത്ത 630 മഹ്മൂദ് സീറ സരീറ. മൂപ്പര് നല്ല ചര്യയുള്ള ആളായിരുന്നു. മുദഫർ രാജാവിന്റെ മൗലിദിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നത് കണ്ടങ്ങള്,
എന്താണ് അക്കാലി ബാലുവൻ ഹലറ സിമാത്തൽ മുസഫർ ഫി ബഹൽ മവാലിദ്. നമുക്ക് അടുത്ത ക്ലിപ്പിൽ പറയാം.